RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാ ലീഗ് ഒരു സൂപ്പർ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഓട്ടോ ഫിനിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ ടേബിളിൽ നിൽക്കുന്ന പോയിന്റ് നില അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. പോയിന്റ്സിൽ ഇപ്പൊ ബാർസലോണ 63, ടോപ്പ് 1 ഇരിക്കുന്ന ബാർസലോണ 63 പോയിന്റ്സ് കൊണ്ട്. പിന്നെ റയൽ മാഡ്രിഡ് അതിന്റെ ഒപ്പം തന്നെ സെക്കൻഡ് പ്ലേസിൽ 63 പോയിന്റ്സ് ഒരേപോലെ ഇരിക്കുന്നു. പക്ഷെ ബാർസലോണ ഒരു കളി കുറവാണ്, 28 കളി കളിച്ചിട്ടുള്ളൂ. റയലും അത്ലറ്റിക്കോ മാഡ്രിഡിലും 29 കളിച്ചിട്ടുണ്ട്. ഇന്ന് ബാർസാന്റെ 20 രാത്രികളാണ്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് 3-ാം സ്ഥാനത്തിൽ 57 പോയിന്റ് കൊണ്ട് നിൽക്കുന്നു. പിന്നെ അത്ലറ്റിക്കോ ക്ലബ്ബ് 52 പോയിന്റ്സ് കൊണ്ട് 4-ാം സ്ഥാനത്ത്. വിലറിയാൽ 5-ാം സ്ഥാനത്ത് 44 പോയിന്റ് കൊണ്ട്. പിന്നെ റയൽ ബെറ്റീസ് 44-ാം സ്ഥാനത്ത് 44 പോയിന്റ്സ് കൊണ്ട് 6-ാം സ്ഥാനത്തിൽ. ടോപ്പ് 6 നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസലോണ ടോപ്പ് 1 63 പോയിന്റ്സ് കൊണ്ട്. ടോപ്പ് 2 നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് 63 പോയിന്റ്സ് കൊണ്ട് അതേപോലെ തന്നെ. പക്ഷെ ബാർസലോണയ്ക്ക് ഒരു കളി ബാക്കിലാണ്. ബാർസലോണയിലെ ഒരു കളി 29ാമത്തെ കളി ആകുമ്പോൾ ജിറോനായിട്ട് എതിരായിട്ട്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് 57 പോയിന്റ് കൊണ്ട് 3-ാം സ്ഥാനത്തിൽ. അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ലപോലെ കളിച്ചു വന്നു. അപ്പൊ രണ്ട് സമനില ഒരു തോൽവിയൊക്കെ കിട്ടിയിട്ടാണ് അവർക്ക് ഇന്നലെ നടന്ന ഒരു സമനിലയിൽ കലാശിച്ചത്. അല്ലെങ്കിൽ ഇപ്രാവശ്യം എല്ലാവരും പ്രതീക്ഷയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇത് ജയിക്കുന്നത്. പിന്നെ 4-ാം സ്ഥാനത്തിൽ അറ്റ്ലാന്റിക് ക്ലബ് 52 പോയിന്റ്സ് കൊണ്ട് 4-ാം സ്ഥാനത്ത് ഇരിക്കണം. 5-ാം സ്ഥാനത്ത് വിലറിയാൽ 44 പോയിന്റ്സ് കൊണ്ട്. പിന്നെ 6-ാം സ്ഥാനത്ത് റിയൽ ബെറ്റീസ് വന്ന് ആന്റണി വന്ന്. പിന്നെ അയാളൊരു മീമായിരുന്നു, എല്ലാവർക്കും അവിടുന്ന് വന്ന് ഇവിടെ നല്ല കളിയാണ് കളിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വന്നിട്ട് ഇവിടെ നല്ല കളിയാണ് റിയൽ ബെറ്റീസ്. മാൻ യുണൈറ്റഡിലപ്പോ എല്ലാരും മീമായിട്ട് ഉപയോഗിച്ചു ഒരു സ്റ്റാർ. അതേപോലെ ഈ പ്രാവശ്യം അത്ലറ്റിക്കോ മാഡ്രിഡിന് കപ്പ് കിട്ടാണ്ടിരിക്കാൻ ഒരു കാരണം കുറെ പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഗ്രേസ്മാന് അവസാനത്തെ ഒരു 5-6 സീസണായിട്ട് ബാഴ്സയിലും അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ചിട്ടുണ്ട്. അപ്പൊ ബാഴ്സയിൽ കളിക്കുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്പാനിഷ് കപ്പ് അടിച്ചിട്ടുണ്ട്. സ്പാനിഷ് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ലോണിൽ പോയ സമയത്ത് അങ്ങനെ അതായത് ഇത്ര കാലമായിട്ട് ഇപ്പൊ ഒരു 3 കപ്പെന്തോ 4 കപ്പെന്തോ 2 ടീമും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങേര് ഒരു കപ്പിലും ഇൻവോൾവ് ആയിട്ടില്ല. അതൊരു ലക്കി ഇല്ലാന്നുള്ള. ലീഗ് തുടങ്ങിയപ്പോൾ ബാഴ്സലോണ ആദ്യം മുന്നിലായിരുന്നു. പിന്നെ റയൽ മാഡ്രിഡ് വീണ്ടും ഒരു 10 പോയിന്റിലേക്ക് ലീഡിലെത്തി. അപ്പൊ റയൽ ഏകദേശം ഉറപ്പിച്ചാണ്. പക്ഷെ നവംബറിൽ ബാഴ്സയ്ക്ക് കുറച്ച് അടിപറ്റി. ഇപ്പോ 2025 ജനുവരിയിൽ അൺബീറ്റൻ ആയിട്ട് ബാഴ്സ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റയലും ഇപ്പൊ കട്ടക്ക് പിന്നാലെ ഉണ്ട്. അതെ, 2025 തോറ്റിട്ടേ ഇല്ല ബാഴ്സ. അതേപോലെ തന്നെ റയല് പിന്നാലെ വന്നു. റയലിന് അവസാനം ഒരു കളി സമനില ആവേണ്ടി വന്നു. അല്ലെങ്കിൽ ഇപ്പൊ എപ്പം പിടിക്കണ്ടായിരുന്നു. ഇപ്പൊ 3 പോയിന്റിന് താഴെയാണ്. ഇപ്പൊ ഇന്ന് ബാഴ്സ ജയിക്കുകയാണെങ്കിൽ റയലിന് 3 പോയിന്റ് താഴെയാവും. ഇതില് ഗോൾ സ്കോറർമാരുടെ റാങ്കിങ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് 1 ലെവൻഡോസ്കി ബാർസലോണ സ്ട്രൈക്കർ 23 ഗോൾസ് 3 പെനാൽറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. 23 ഗോൾസ് ടോട്ടൽ. 2-ാം സ്ഥാനത്ത് എംബാപ്പെ റയൽ മാഡ്രിഡ് സ്ട്രൈക്കർ 22 ഗോൾസ് 6 പെനാൽറ്റിയും കൊണ്ട്. പിന്നെ 3-ാം സ്ഥാനത്ത് ബൂഡമെർ ഓസസൂണ പ്ലെയർ 15 ഗോൾസ് 7 പെനാൽറ്റി എടുത്തിരിക്കുന്നു. പിന്നെ 4-ാം സ്ഥാനത്ത് റഫീനിയ 1 പെനാൽറ്റി കൊണ്ട് 13 ഗോൾസ് ബാർസലോണ വിങ്ങർ. പിന്നെ ഓഹൻ അത്ലറ്റിക്കോ ക്ലബിലാണ് 13 ഗോൾസ് 2 പെനാൽറ്റി മാത്രം എടുത്തിരിക്കുന്നു. കാര്യത്തിൽ കടക്കുകയാണെങ്കിൽ ടോപ്പ് 3 നോക്കുമ്പോൾ ലമീൻ യമൽ നമ്പർ 1 12 അസിസ്റ്റും കൊണ്ട് ബാർസലോണ വിങ്ങർ. പിന്നെ അടുത്തതായിട്ട് ലമീൻ യമലെ ഫ്രണ്ട് നിക്കോ വില്യംസ് അറ്റ്ലാന്റിക്കോ ക്ലബ്. അതന്നെ, അറ്റ്ലാന്റിക്കോ ക്ലബില് 8 അസിസ്റ്റ്. റഫീനിയക്ക് പകരം ആളിന് വരുന്ന റഫീനിയ ലാസ്റ്റ് സീസൺ ഒരു പിന്നെ 3-ാം സ്ഥാനത്ത് റഫീനിയ ഗോൾസിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അസിസ്റ്റ് ഉണ്ട്. അസിസ്റ്റില് 8 അസിസ്റ്റും കൊണ്ട് ടോപ്പ് 3 ഇരിക്കുന്നു റഫീനിയ. ഈ സീസൺ ലാ ലീഗ് അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ്, ബാഴ്സലോണ ഈ 3 ടീമുകൾക്ക് ഒരു ടീമിന് ഉറപ്പാണ്. അതില് ഏത് ടീം എടുക്കും, അത് എത്ര പോയിന്റ് പറയാൻ പറ്റില്ല. ചിലപ്പോ സമനില ഗോൾ ഡിഫറൻസിന്റെ ഒരു വ്യത്യാസത്തിലേക്ക് ചിലപ്പോ ലീഗ് ടൈറ്റിൽ വരാൻ പോവാ. അത്രയും ഫോട്ടോ ഫിനിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കളി സമനില ഒരു കളി തോറ്റു കഴിഞ്ഞാല് ലീഗ് ടൈറ്റിൽ പോകും. ഇനി ആകെ ഉള്ളത് ബാഴ്സലോണയ്ക്ക് 10 മത്സരങ്ങളും
റയൽ മഡ്രിഡ്, അത്ലറ്റിക്കോ മഡ്രിഡ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് 9 മത്സരങ്ങളാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ സീസണിൽ ലാ ലീഗിൽ ഒരുപാട് വിവാദങ്ങളും റഫറിങ്ങിന്റെ പ്രശ്നങ്ങളും ഒരുപാട് വിവാദങ്ങളും പിന്നെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ക്ലബ്ബുകൾക്ക് ഓരോ ലീഗുകളിൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നതുകൊണ്ട് അവർക്ക് അവിടുത്തെ ലീഗിൽ കളികളൊക്കെ ഒരുപാട് ഡേറ്റ് മാറ്റി. പക്ഷെ ബാഴ്സലോണയിൽ ഇപ്പോ റയലിന്റെ കോച്ച് അഞ്ചലോട്ടി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബാഴ്സയുടെ കുണ്ടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു, ഞങ്ങൾ യന്ത്രങ്ങളല്ല, നമുക്ക് ഒരു റിക്കവറി ടൈം ഉണ്ട്, ആ ഒരു 72 hours വരെ റിക്കവറി ഉള്ള ടൈമില്ല. 62 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാഴ്സ കളിക്കാൻ പറ്റുന്ന അടുത്ത കളിക്ക് വരാൻ പോകുന്നു. അതേപോലെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ലാലീഗയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് റയല് ലാലീഗ വിട്ടുപോകുന്ന നടക്കുന്നുണ്ടായിരുന്നു. ഈ സീസണില് റയല് തീരെ ഇത് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ സീസണിലും അവർക്ക് സപ്പോർട്ട് കിട്ടണമല്ലോ, ഈ സീസണിൽ കിട്ടാണ്ടായപ്പോഴേക്കും റയലിന് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഈ കളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അഞ്ചലോട്ടി പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താ പറഞ്ഞാൽ ഒരുപാട് റിക്കവറി ടൈം വേണം പ്ലേയേഴ്സിനൊരു. പിന്നെ ഇവരിപ്പോ ഈ കളി കളിച്ചിട്ട് അടുത്ത കളി പോവാണെന്ന് വെച്ചാൽ ഒരു നല്ല എക്സോഷൻ ഉണ്ടാവും. അന്ന് തന്നെ ഒരു കളി കഴിഞ്ഞിട്ട് ബെല്ലിംഗമും എംബാപ്പെ അടുത്ത കളിയിൽ ഫുള്ള് 90 minutes മുമ്പ് തന്നെ ഒരു ശ്വാസം വിടാൻ കിട്ടില്ല. എന്നിട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്തിട്ടാണ് ശ്വാസം വിട്ട് ഹാഫ് ടൈമില്. ഫോട്ടോ ഫിനിഷായി കാത്തിരിക്കുക. പുതിയ ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ വീഡിയോസ് കാണാനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ചെയ്യുക.